ഹായ് ഫ്രണ്ട്സ്, ബീൻസ് ഹോം ആൻഡ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നാടൻ മീൻകറിയാണ്. കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ അടിപൊളി രുചിയിൽ തയ്യാറാക്കാം. അപ്പോഴെല്ലാവരും കൂടെ വരിക. നമുക്കൊരു മീൻകറി വെക്കാമേ. അതിനായിട്ട് 1 കിലോ മോദ, പിന്നെ കടുക് വേണം, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഉപ്പ്, തോട്ടുപുളി, മുളക് പൊടി, കാശ്മീരിയും എരിയുള്ളതും കൂടെ മിക്സ് ചെയ്തേക്കുക, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, വെളിച്ചെണ്ണ, ഇത്രയേ ഉള്ളൂ. കടുക് വറക്കാമേ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇടാമേ. വെളുത്തുള്ളി ഇട്ട്, ഇഞ്ചി, കറിവേപ്പില കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇത് വഴന്ന് കഴിയുമ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴന്നേ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ടിട്ടാണേ. മുളക് പൊടി മൂത്തിട്ടുണ്ട്. നമുക്കിനി ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാമേ. ഉലുവപ്പൊടി ഇടുവാണേ. ഇത് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഉലുവയ. ഉപ്പിട്ട് കൊടുക്കാമേ. ഉപ്പ് ഞാൻ മീനിൽ കുറച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. പുളി ഇട്ട് കൊടുക്കാമേ. തോട്ടുപുളിയാണ്. ഒരു ശകലം കായപ്പൊടിയും കൂടെ. വലിയ മീനൊക്കെ ആണല്ലോ ഞാൻ കായപ്പൊടി എടുക്കും. നമ്മുടെ അരപ്പെല്ലാം തിളച്ചിട്ടുണ്ട്. നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പറക്കിയിട്ട് കൊടുക്കാമേ. മീൻ നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ അത് തിളച്ച് കുറച്ച് കഴിഞ്ഞിട്ട് തീ കുറയ്ക്കാവേ. നല്ല ഫുള്ള് തീയിൽ വെക്കണം, അല്ലെങ്കിൽ ഉടുമ്പ് ചുവയ്ക്കും. നമ്മുടെ മീൻകറി വറ്റി വരുന്നേ. തിളച്ച് കഴിയുമ്പം ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. നമ്മുടെ മീൻകറി എല്ലാം വറ്റിയേ. തീ ഓഫ് ചെയ്തിട്ട് ഒരു തണ്ട് കരിവേപ്പില, ശകലം പച്ച വെളിച്ചെണ്ണ, എന്നിട്ട് അടച്ചു വെക്കാം. നമ്മുടെ മീൻകറി റെഡി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരം റെസിപ്പികൾക്കായി ഫോളോ ചെയ്യാൻ മറക്കരുത്.